നമ്മുടെ പിതാവിനെ അവസാന നിമിഷങ്ങളിൽ കാണാൻ കഴിഞ്ഞില്ല. സംഭവിച്ചു കഴിഞ്ഞതിനെക്കുറിച്ച് വ്യസനിച്ചതുകൊണ്ട് യാതൊരു ലാഭവുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് രാമൻ ലക്ഷ്മണനെ ആശ്വസിപ്പിച്ചു. ഭൗതിക ശരീരങ്ങൾ ജലത്തിലെ കുമിളകളെപ്പോലെ നശ്വരങ്ങളാണ്. അവ പൊട്ടിത്തകർന്ന് അപ്രത്യക്ഷമാവേണ്ടവയാണ്. ഇന്നല്ലെങ്കിൽ നാളെ പല ധാർമ്മിക തത്വങ്ങളെപ്പറ്റി രാമൻ പറഞ്ഞു മനസ്സിലാക്കി. ഒടുവിൽ ചടങ്ങുകൾ അനുഷ്ഠിക്കാനായി 2 സഹോദരന്മാരും നദീതീരത്തേക്കു പോയി. ഇതിനിടയിൽ സീത ഭർതൃമാതാക്കളുടെ സമീപം ചെന്നു വളരെ ഭക്തി ബഹുമാനങ്ങളോടെ അവരുടെ പാദങ്ങൾ തൊട്ടുവന്ദിച്ചു. അനന്തരം കുലഗുരുവിന്റെ പത്നിയുടെ മുമ്പിലും അവർ നമസ്കരിച്ചു. അയോധ്യയിൽ നിന്നും വന്ന സ്ത്രീകളെ സീത കണ്ട് യഥാർഹമായ പരിഗണനയോടുകൂടി അവരോട് പെരുമാറി. മധുരമായ സ്വാഗതം കൊണ്ട് അവരെ സന്തോഷിപ്പിച്ചു. രാജമാതാമാർ സീതയെ കണ്ടപ്പോൾ ഉച്ചത്തിൽ വിലപിച്ചു. അയോധ്യയിൽ നിന്നുമെത്തിയ സ്ത്രീകൾ തങ്ങളുടെ സുന്ദരിയായ രാജകുമാരിയുടെ സ്ഥിതി കണ്ട് ദുഃഖാധീനരായി. അവർക്ക് സങ്കടമൊതുക്കാൻ കഴിഞ്ഞില്ല. ദശരഥ ചക്രവർത്തി ദേഹം ഉപേക്ഷിച്ചിരിക്കുന്നുവെന്നറിഞ്ഞപ്പോൾ സീത പറഞ്ഞു, എന്തൊരു വലിയ ദൗർഭാഗ്യമാണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ വിരഹം പൊറുക്കാൻ കഴിയാത്തതുകൊണ്ട് ചക്രവർത്തി ചരമഗതിയടഞ്ഞു എന്നു പറഞ്ഞുകൊണ്ട് രാജമാതാമാരുടെ മുമ്പിൽ വീണ്ടും വീണ്ടും സീത നമസ്കരിച്ചു. ദശരഥന്റെ ദേഹവിയോഗത്തെ സംബന്ധിച്ച വാർത്ത തന്റെ ഹൃദയത്തിന് അശനിപാതം പോലെയാണെന്ന് സീതയ്ക്കു തോന്നി. സംഭവങ്ങളുടെ ഈ ഗതിമാറ്റത്തെക്കുറിച്ച് പറഞ്ഞ് രാജമാതാമാരും സീതയും വളരെ നേരം കരഞ്ഞു. ഒരാൾക്കും അന്ന് ഭക്ഷണമോ പാനീയമോ കഴിക്കാൻ കഴിഞ്ഞില്ല. ആ രാവും പകലും മുഴുവനും ദുഃഖത്തിൽ കഴിച്ചുകൂട്ടി. സൂര്യൻ ഉദിച്ചുയർന്നപ്പോൾ അന്തരിച്ച പിതാവിന് ശേഷക്രിയ ചെയ്യാൻ വസിഷ്ഠൻ രാമന് നിർദ്ദേശം കൊടുത്തു. ശാസ്ത്രോക്തികൾ അണുപോലും പിഴയ്ക്കാതെ നിഷ്കൃഷ്ടമായ രീതിയിൽ തന്നെയാണ് അതെല്ലാം നിർവഹിച്ചത്. ഗംഗയിലെയും യമുനയിലെയും ഗോദാവരിയിലെയും സരസ്വതിയിലെയും നർമ്മദയിലെയും സിന്ധുവിലെയും കാവേരിയിലെയും പുണ്യജലം ഈ പാത്രത്തിൽ വന്നുചേർന്ന് ഇതിലെ ജലം പവിത്രീകരിക്കട്ടെ എന്ന ജലപവിത്രീകരണ മന്ത്രം ശ്രീരാമൻ തന്നെ ഉച്ചരിക്കിയാൽ കർമ്മം പരിശുദ്ധവും പൂർണ്ണവും ഫലപ്രദവുമായി പരിണമിച്ചു. കുലഗുരു, മന്ത്രിമാർ, രാജമാതാമാർ, അയോധ്യയിലെ പൗരന്മാർ എല്ലാവരും 2 ദിവസം മുഴുവനും രാമന്റെയും ലക്ഷ്മണന്റെയും സീതയുടെയും കൂടെ കഴിഞ്ഞു. 2 ദിവസങ്ങൾക്കുശേഷം രാമൻ കുലഗുരുവിനോട് പറഞ്ഞു, ഗുരു, അയോധ്യയിലെ പൗരന്മാർ ഇവിടെ വളരെ കഷ്ടപ്പെട്ട് കഴിയുകയാണ്. വെള്ളമല്ലാതെ മറ്റൊന്നും കുടിക്കാനില്ലാതെ, ഫലമൂലങ്ങളല്ലാതെ മറ്റൊന്നും കഴിക്കാനില്ലാതെ അവർ വിഷമിക്കുന്നു. ഭരതശത്രുഘ്നന്മാരെയും അമ്മമാരെയും കാണുമ്പോൾ എനിക്ക് ഓരോ നിമിഷവും ഓരോ യുഗമായി തോന്നുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാം അയോധ്യയിലേക്ക് മടങ്ങുകയാണ് നല്ലത്. ഞാനിതേക്കുറിച്ച് കൂടുതൽ പറയുന്നത് ശരിയല്ല. ചക്രവർത്തി സ്വർഗം പ്രാപിച്ചിരിക്കുകയാണ്. അയോധ്യയിൽ ആരുമില്ല. ഏറ്റവും നല്ലത് എന്താണോ അതുപോലെ പ്രവർത്തിക്കുക. ഈ വാക്കുകളോടെ രാമൻ വസിഷ്ഠനെ നമസ്കരിച്ചു. വസിഷ്ഠൻ മറുപടി പറഞ്ഞു, രാമ, രഘുവംശപ്രഭോ, എന്താണിങ്ങനെ പറയുന്നത്? കുമാര, നിന്നെ കൺകുളിർക്കെ നോക്കിയിരിക്കാൻ ഭാഗ്യമുണ്ടായതിൽ എത്ര സന്തുഷ്ടരും സംതൃപ്തരുമാണ് അവരെന്ന് മനസ്സിലായിട്ടില്ലേ? തങ്ങൾ തിരിച്ചുപോകാൻ രാമൻ അപേക്ഷിച്ചിട്ടുണ്ടെന്ന് ജനങ്ങൾ കേട്ടപ്പോൾ ഓരോരുത്തരും നടുക്കടലിൽ കൊടുങ്കാറ്റിൽ പെട്ടുപോയ തോണിയെപ്പോലെയൊരായി. പക്ഷേ തങ്ങൾക്കുവേണ്ടി കുലഗുരു വാദിക്കുന്നത് കേട്ടപ്പോൾ അനുകൂലമായ കാറ്റിൽ തോണി നീങ്ങുന്നതുപോലെ അവരും കുറച്ച് സ്വസ്ഥരായി. ദിവസം 3 നേരം മന്ദാകിനിയിൽ സ്നാനം ചെയ്യാനുള്ള ഭാഗ്യവും കാട്ടിൽനിന്ന് തങ്ങൾ തന്നെ പ്രയത്നിച്ച് ശേഖരിക്കുന്ന ഫലമൂലങ്ങളായ സരളമധുരമായ ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള ജീവിതവും അവയ്ക്കൊക്കെ പുറമെ സീതയുടെയും രാമന്റെയും ലക്ഷ്മണന്റെയും രൂപങ്ങളെ കണ്ടുകൊണ്ടും രാമന്റെ വിശ്വാസത്തിലേക്കും പരിശുദ്ധിയിലേക്കും നയിച്ചു. ആത്മീയമായി ശക്തിപ്പെടുത്തുന്നവയും ആപാദചൂടം ആസ്വാദ്യമായവയുമായ വാക്കുകളെക്കൊണ്ട് കാതുനിറച്ചു കഴിച്ചുകൂട്ടുന്നതും ഉപേക്ഷിച്ച് അയോധ്യയിലേക്ക് തിരിച്ചുപോകുകയെന്ന ചിന്ത അവരുടെ മനസ്സു തള്ളിക്കളഞ്ഞു. ഭർതൃമാതാക്കളുടെ ആവശ്യങ്ങൾ മുൻകൂട്ടിക്കൊണ്ടും അവരെ ശുശ്രൂഷിക്കാനുള്ള ഔത്സുക്യം കൊണ്ടും സീത അവരെ പരിചരിക്കുന്നതിൽ ഏർപ്പെട്ടു. അവർ അമ്മമാരെ സമാശ്വസിപ്പിക്കുകയും സന്തുഷ്ടരാക്കുകയും ചെയ്തു. ഒന്നിനും ഒരു കുറവും വരാതെ താൻ എത്ര സന്തുഷ്ടയായാണ് വനത്തിൽ ദിവസങ്ങൾ കഴിക്കുന്നതെന്ന് സീത അവരോട് പറഞ്ഞു. സീതയുടെ സഹനശക്തിയും സാമർഥ്യവും കണ്ട് അമ്മ ഇംഗ്ലീഷ് സമ്മറി The text in image link to .pn മാർ അത്ഭുതപ്പെട്ടു. എത്രയും പ്രതികൂലമായ സാഹചര്യങ്ങളിലും ആനന്ദമനുഭവിക്കാനുള്ള അവരുടെ കഴിവിനെക്കുറിച്ച് ചിന്തിച്ച് രാജ്ഞിമാർ വളരെ സന്തോഷിച്ചു. സീത താൻ എപ്പോൾ അവർ സ്വന്തം ദുഃഖം പ്രയാസം വീണ സഹിച്ചു. ഭരതൻ രാത്രിയിൽ ഒരിക്കൽ പോലും കൺപോള കൂട്ടിയിരുന്നില്ല. പകൽ വിശപ്പറിഞ്ഞില്ല. രാമന്റെ തിരുമുഖം വീക്ഷിച്ച് ജനങ്ങൾ സന്തുഷ്ടരായപ്പോൾ ഭരതശത്രുഘ്നന്മാർ അതേ മുഖം നോക്കി വ്യഥാപൂർണരായിരുന്നു. അവർക്ക് അതൊട്ടും സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ വസിഷ്ഠനെ സമീപിച്ചു. അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. രാമനെ സീതയോടൊപ്പം അയോധ്യയിലേക്ക് തിരിച്ചുപോകാൻ പ്രേരിപ്പിക്കണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചു. അവർ പല രീതിയിലും തങ്ങളുടെ വേദന വെളിപ്പെടുത്തിക്കൊണ്ട് കുലഗുരുവിനോട് വളരെ ആത്മാർത്ഥമായി തുടരെ അഭ്യർത്ഥിച്ചു.
ആദർശങ്ങളിൽ രാമനുള്ള വിശ്വാസാദർശ്യം കുലഗുരുവിന് നല്ലപോലെ അറിയാമായിരുന്നു. സത്യബോധത്തോട് ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നതിൽ രാമന്റെ കടുംപിടുത്തവും പിതാവിന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിലുള്ള ഉറച്ച തീരുമാനവും കുലഗുരുവിന് ശരിക്കും അറിയാം. പക്ഷേ ഭരതന്റെ ദുഃഖം കണ്ട് മനസ്സുരുകി അദ്ദേഹം രാമനോടൊന്ന് പറയാൻ തീരുമാനിച്ചു. രാമനെ തിരിച്ചുകൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങളിൽ ഒന്നുപോലും പരീക്ഷിച്ചു നോക്കാതെ വിട്ടിട്ടില്ല. ഇത് ഭരതന്റെ സംതൃപ്തിക്കുവേണ്ടി മാത്രം. മഹർഷി രാമനെ വിളിച്ചുവരുത്തി പറഞ്ഞു, രാമാ, ഭരതന്റെ പ്രാർത്ഥനകൾ ശ്രദ്ധിക്കൂ. സജ്ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കും ജനങ്ങളുടെ താൽപ്പര്യങ്ങൾക്കും രാഷ്ട്രതന്ത്രത്തിന്റെ തത്വങ്ങൾക്കും വേദങ്ങളുടെ നിർദ്ദേശങ്ങൾക്കുമനുസരിച്ച് പ്രവർത്തിക്കുക. ഈ വാക്കുകളിൽ പ്രകടീകൃതമായ കുലഗുരുവിന്റെ ഭരതനോടുള്ള സ്നേഹം രാമൻ മനസ്സിലാക്കി. ഭരതൻ ധർമ്മമാർഗ്ഗത്തിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കുകയില്ലെന്നും രാമനറിയാം. മാത്രമല്ല, തന്റെ നിർദ്ദേശങ്ങൾ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ഹൃദയപൂർവ്വം നടപ്പിൽ വരുത്തുമെന്നും ഭരതൻ സദാ തന്റെ പാത പിന്തുടരുമെന്നും തന്റെ അഭിവൃദ്ധിക്കും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്നും രാമനറിയാം. രാമൻ ഇത് കാരണം സന്തുഷ്ടിയുള്ളവനാണ്. അതുകൊണ്ട് മഹർഷി പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾക്ക് പ്രതികരണം എന്ന നിലയിൽ അദ്ദേഹം മൃദുധുരമായി ചില ശുഭവാക്യങ്ങൾ പറഞ്ഞു. ഗുരു, അങ്ങ് എന്റെ സാക്ഷിയാണ്. എന്റെ പിതാവിന്റെ പാദങ്ങൾ സാക്ഷികളാണ്. ഞാനിത് ഉറപ്പായി പറയട്ടെ. എന്റെ അനുജൻ ലക്ഷ്മണനെപ്പോലെ എനിക്ക് പ്രിയപ്പെട്ടവർ വേറെയാരുമില്ല. എനിക്ക് ഭരതൻ പ്രിയങ്കരനായിരിക്കും പോലെ ലോകത്തിൽ ഒരാൾക്കും ഒരു സഹോദരൻ ഉണ്ടാവുകയില്ല. തങ്ങളുടെ ഗുരുഭൂതന്മാരുടെ ചരണകമലവുമായി ബന്ധപ്പെട്ടവരെല്ലാം തീർച്ചയായും ഭാഗ്യവാന്മാരാണ്. അങ്ങേക്കവന്റെ നേരെ അത്രയും സ്നേഹവും കരുണയുമുണ്ട്. അതാണ് അവന്റെ മഹത്തായ നിക്ഷേപം. ഭരതൻ എന്നേക്കാൾ ചെറുപ്പമാണ്. അതുകൊണ്ട് കുമാരന്റെ മുമ്പിൽ വച്ച് അവനെ പുകഴ്ത്തുന്നതിൽ എനിക്ക് മടിയുണ്ട്. ഭരതൻ മനസ്സിലുള്ളതൊക്കെ ഇപ്പോൾ തുറന്നു പറയണമെന്നാണ് എന്റെ അഭിപ്രായം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് രാമൻ വസിഷ്ഠനെ നമസ്കരിച്ചു സ്വസ്ഥാനത്തിരുന്നു. വസിഷ്ഠൻ ഭരതന്റെ നേരെ തിരിഞ്ഞു. കാരണം അദ്ദേഹത്തിന് നേരിട്ട് രാമനോട് മറുപടി പറയാൻ കഴിഞ്ഞിരുന്നില്ല. ഭരതനാണ് ഭരണകർത്താവായിരിക്കേണ്ടവൻ എന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എല്ലാ മടിയും സംശയങ്ങളും ഉപേക്ഷിക്കൂ. രാമൻ നിന്റെ ജ്യേഷ്ഠനാണ്. രാമന് അളവറ്റ ദയാലുതയുണ്ട്. നിന്റെ ഹൃദയം തുറന്നുകാട്ടൂ. മനസ്സിലുള്ളതെല്ലാം രാമനോട് തുറന്നു പറയൂ. മഹർഷിയുടെ വാക്കുകൾ കേട്ടപ്പോൾ വസിഷ്ഠൻ രാമന്റെ മനസ്സ് ചൂഴ്ന്നിറങ്ങി പരിശോധിച്ചിരിക്കുയെന്നും അവരിരുവർക്കും തന്നെ സഹായിക്കാനും തന്റെ ആഗ്രഹം സാധിപ്പിക്കാനും അനുകൂല സ്വഭാവമുള്ളവരാണെന്നും ഭരതനു തോന്നി. ഭരതൻ സന്തോഷമായി. ഭരതൻ അവരുടെ മുമ്പിൽ നിശ്ചലനായി നിന്നു. താമരദളം പോലെ ചുവന്നു ശോഭിക്കുന്ന അദ്ദേഹത്തിന്റെ നേത്രങ്ങളിൽ നിന്ന് ബാഷ്പം പ്രവഹിച്ചു. പൂജ്യപാതരായ മഹർഷി പറയേണ്ടതെല്ലാം രാമനോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി അദ്ദേഹം സമർപ്പിച്ച അഭ്യർത്ഥനയിൽ കൂടുതലായി എനിക്ക് പറയാനെന്താണ് അവശേഷിക്കുന്നത്? എന്റെ രാമന്റെ പ്രകൃതിയെപ്പറ്റി എനിക്ക് പരിപൂർണമായി അറിയാം. തെറ്റു ചെയ്യുന്നവരോടുപോലും രാമന് ദേഷ്യമില്ല. അദ്ദേഹത്തിന് എന്നോട് അതിറ്റ സ്നേഹമുണ്ട്. അതെനിക്ക് നിഷേധിക്കാനാവില്ല. ഞാൻ അവിടുത്തെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ലജ്ജാബോധം എന്നെ നിശബ്ദനാക്കുന്നു. എന്നാലും എനിക്ക് അവിടുത്തെടുള്ള സ്നേഹം മൂലം അവിടുത്തെ ദർശനത്താൽ എന്നെ സന്തുഷ്ടനാക്കുന്നു. എത്രനേരം ആ തേജോമയനിൽ നോട്ടമുറപ്പിച്ചു വന്നിർത്തിയാലും മിഴികൾക്ക് മതിവരുന്നില്ല. രാമനോടുള്ള എന്റെ സ്നേഹം ഈശ്വരൻ സഹിക്കാൻ കഴിഞ്ഞില്ല. സഹോദരനും സഹോദരനും തമ്മിൽ ഇത്രത്തോളം സ്നേഹമുണ്ടാവുന്നത് അവിടുത്തേക്ക് പോരുത്തുക അതുകൊണ്ട് ഈശ്വരൻ ഈ ദുരിതമുണ്ടാക്കി. ഈ ദുരിതം നടപ്പിൽ വരുത്തുന്നതിന് എന്റെ അമ്മയെത്തന്നെ ഉപകരണമാക്കി. ഇതു ഞാൻ പറഞ്ഞാൽ എനിക്കൊരു ബഹുമതിയോ യോഗ്യതയോ ഉണ്ടാവുകയില്ലെന്നറിയാം. കുറ്റം സ്വന്തം അമ്മയിൽ ചുമത്തിക്കൊണ്ട് എന്റെ മേന്മ എനിക്കെങ്ങനെ സ്ഥാപിക്കാൻ കഴിയും? ഒരാൾ താൻ അപരാധിയല്ലെന്നു പറഞ്ഞതുകൊണ്ടു മാത്രം ആ പ്രസ്താവം അദ്ദേഹത്തിന്റെ കാര്യത്തിൽ സത്യമാണെന്നുണ്ടോ? എന്റെ മാതാവ് ദുർബലചിത്തയാണെന്നോ അല്ലെങ്കിൽ ഞാൻ നല്ലവനും ബുദ്ധിമാനുമാണെന്നോ പ്രഖ്യാപിക്കാൻ എനിക്ക് മടിയുണ്ട്. അങ്ങനെ പറയാൻ ഞാൻ അധീരനാണ്. കുളത്തിൽ വളരുന്ന ചിപ്പിക്കുള്ളിൽ മുത്തു വളരുമോ? എന്റെ ദുഃഖത്തിനുവേണ്ടി ഞാൻ അന്യന്മാരെ പഴിക്കുന്നതെന്തിന്? എന്റെ ദൗർഭാഗ്യം സമുദ്രം പോലെ വിസ്തൃതമാണ്. ഈ ദുരിതങ്ങളെല്ലാം ഉണ്ടായത് പാപങ്ങളുടെ ഫലമായിട്ടാണ്. വല്ല മാർഗ്ഗങ്ങളിലൂടെയും നാലുദിക്കുകളിലേതെങ്കിലും ഒന്നിലേക്ക് ഈ സങ്കടത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ ഞാൻ ആലോചിച്ചുവരികയാണ്. അതിന് ഒരു വഴി മാത്രമുണ്ടെന്ന് ഞാൻ കാണുന്നു. മഹാനായ വസിഷ്ഠമഹർഷിയാണ് എന്റെ ഗുരുനാഥൻ. സീതാരാമന്മാർ എന്നിൽ പരമാധികാരമുള്ളവർ. അതെല്ലാം കൊണ്ട് എനിക്ക് നന്മയേവരൂ എന്ന വിശ്വാസം എനിക്കുണ്ടു പ്രഭോ. ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. രാമ, അങ്ങയുടെ ദാസന്റെ ഈയൊരാഗ്രഹം മാത്രം നിറവേറ്റൂ. രാമനും ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ദശരഥ ചക്രവർത്തിയുടെ 4 മക്കളാണ്. അതുകൊണ്ട് ഈ 4 പേരും അവരുടെ അച്ഛന്റെ ആജ്ഞ അനുസരിക്കാൻ തുല്യമായ കടമയുള്ളവരാണ്. ഈ 4 മക്കളോടും പിതാവിന് തുല്യസ്നേഹമാണുള്ളത്. അച്ഛന്റെ കൽപ്പനകൾ ഒരു മകനോ മറ്റൊരു മകനോ മാത്രം അനുസരിക്കുക എന്ന പരിമിതിയോ നടപടിക്രമമോ ഇല്ല. അങ്ങ് ഇതുവരെ അദ്ദേഹത്തിന്റെ ആജ്ഞ അനുസരിക്കേണ്ട ഉത്തരവാദിത്തം വഹിച്ചു.
ഇനി നാടുകടത്തലിന്റെ ഭാരം വഹിക്കേണ്ട ഊഴം ഞങ്ങളുടേതാണ്. സീതയും രാമനും ലക്ഷ്മണനും അയോധ്യയ്ക്ക് തിരിച്ചുപോരുക. ശിക്ഷ അവസാനിക്കുന്നതുവരെ നാടുകടത്തപ്പെട്ടവർ എന്ന നിലയിൽ ഞങ്ങളിരുവരും കാട്ടിൽ കഴിയാം. ഈ വരം ഞങ്ങൾക്കനുവദിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചാലും. ഇത്രയും പറഞ്ഞ് ഭരതൻ രാമപാദങ്ങളിൽ നമസ്കരിച്ചു. ഭരതന്റെ പ്രാർത്ഥന കേട്ട് വസിഷ്ഠൻ ആനന്ദാശ്രുകൾ പൊഴിച്ചു. രാമൻ ഈ വാദത്തിനു വിധേയനായില്ല. അദ്ദേഹം പറഞ്ഞു, ഭരതാ, നിന്റെ ചിന്താരീതി നീ വിചാരിക്കുന്നത്ര സാധുവാനെന്ന് തോന്നുന്നില്ല. അപ്രകാരം പ്രവർത്തിക്കുക ശരിയല്ല. ഇതൊഴിച്ച് വേറെ എന്തിനെങ്കിലും എന്നോടാവശ്യപ്പെടൂ. ഭരതൻ മറുപടി പറഞ്ഞു, ജ്യേഷ്ഠാ, ഈ സ്ഥിതിയിൽ എന്നെയും അനുജനെയും ലക്ഷ്മണൻ ചെയ്യുന്നതുപോലെ അങ്ങയുടെ കൂടെ ഒന്നിവിടെ കഴിയാനും അങ്ങയെ സേവിക്കാനും അനുവദിക്കുക. അങ്ങനെയുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് സമഗ്രവും സംതൃപ്തികരവുമായ ഒരു പവിത്ര ജീവിതമായിരിക്കും. രാമൻ ഈ അപേക്ഷയും സ്വീകരിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഭരതാ, എനിക്കും അതുപോലെ നിനക്കും പിതുരാജന അലംഘനീയമാണ്. അതിന്റെ മുമ്പാകെ നമുക്ക് ആദരപൂർവം തലകുനിക്കാതെ നിവൃത്തിയില്ല. മാത്രമല്ല അത് യാതൊരു പിറുപിറുപ്പും കൂടാതെ നിറവേറ്റുകയും വേണം. നമുക്ക് രണ്ടാൾക്കും ഒന്നേ ചെയ്യാനുള്ളൂ. എനിക്ക് നൽകിയ കൽപ്പനകൾ ഞാൻ അനുസരിക്കുകയും നിനക്ക് കിട്ടിയ കൽപ്പനകൾ നീ അനുസരിക്കുകയും ചെയ്യുക. ആവശ്യമില്ലാത്ത സംഭാഷണത്തിൽപ്പെട്ട് ദിവസങ്ങൾ ചെലവഴിക്കുകയും പ്രതീക്ഷയ്ക്കെതിരെ പ്രതീക്ഷയുമായി ഇത്രയും ദൂരം നടന്നിവിടെത്തിയ ജനങ്ങൾക്ക് ദുരിതമുണ്ടാക്കുകയും ചെയ്യരുത്. നിനക്ക് ലഭിച്ച അയോധ്യയിലേക്ക് ജനങ്ങളോടൊപ്പം പോകൂ. രാജ്യം നീതിനിഷ്ഠയോടുകൂടി ഭരിക്കൂ. എനിക്ക് നൽകപ്പെട്ട ഈ അരണ്യരാജ്യം കാത്തുരക്ഷിച്ചുകൊണ്ട് നീതിനിഷ്ഠയോടുകൂടി ഞാനും പ്രവർത്തിക്കാം. ഭരതനോ മറ്റാർക്കും തന്നെയോ രാമന്റെ ഈ പ്രസ്താവനയ്ക്കെതിരായി ഒരു പ്രസ്താവനയോ വാദമോ ഉന്നയിക്കുവാൻ കഴിഞ്ഞില്ല. അവലംബിക്കാനുള്ള ഒരു ശരിയായ മാർഗം എന്ന നിലയിൽ അവർക്കത് സ്വീകരിക്കേണ്ടിവന്നു. ഭരതൻ ദുഃഖാധീനനായി. അദ്ദേഹം വിലപിച്ചു. രാമനും സീതയും ലക്ഷ്മണനും തന്റെ ശത്രുക്കളാണെന്ന് കരുതിയ ഒരമ്മയുടെ മകനായി ജനിക്കാനിടയായ എന്റെ മേലല്ലാതെ മറ്റാരുടെമേൽ ഈശ്വരൻ ഇത്രയും അസഹ്യമായ ഹൃദയവേദന ഏൽപ്പിക്കാൻ കഴിയും? അതെ ജ്യേഷ്ഠ, രാജ്യഭ്രഷ്ടരെന്ന നിലയിൽ രാമനും സീതയും ലക്ഷ്മണനും വനത്തിലാണെന്ന് ഞാൻ കേട്ടു. കല്ലിൽ നിന്നും മുള്ളിൽ നിന്നും കാലടികളെ രക്ഷിക്കാൻ യാതൊന്നുമില്ലാതെ നഗ്നപാതനായി അങ്ങ് കാട്ടിലേക്ക് നടന്നുപോയി. The following text is transcribed from ImageLink to .png. ായിരിക്കുന്നു. അല്ലെങ്കിൽ ഇതിനു എത്രയോ മുമ്പേ തന്നെ ഞാൻ എന്റെ ശരീരം വലിച്ചെറിയേണ്ടതായിരുന്നു. എന്റെ ജ്യേഷ്ഠനെതിരായി ഞാൻ ഗുഹൻ തയ്യാറായപ്പോൾ ഞാൻ യുദ്ധത്തിലേതിരിടാൻ നിലനിന്നു. കഷ്ടം! പണ്ടത്തേക്കാൾ കഠിനമാണ് എന്റെ ഹൃദയം. ഈ അടികളൊക്കെ ഏറ്റിട്ടും അത് പൊട്ടിത്തകരാത്തതിന് കാരണവും അതാണ്. ഞാൻ കാരണമുണ്ടായ ഈ ദുരന്തത്തിന്റെ നേരെ ഞാൻ ശാന്തതയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇത്രയും അധികം ആഘാതം സഹിച്ചു നിൽക്കണമല്ലോ. എന്റെ ജീവിതം അത്രയും ദൗർഭാഗ്യകരമാണ്. വിഷത്തിന്റെ കാര്യത്തിൽ തളുകളും പാമ്പുകളും പോലും ലജ്ജിക്കും. കാരണം ഭയങ്കരമായ വിഷം ഉള്ളിലുള്ളവളാണ് എന്റെ അമ്മ. അങ്ങനെയുള്ള ഒരമ്മയുടെ മകനായ എന്നെ എങ്ങനെയാണ് എന്റെ വിധിയുടെ ഫലങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ഈശ്വരൻ അനുവദിക്കുക? ഇങ്ങനെ ഭരതൻ സ്വയം പീഡാനുഭവങ്ങളിൽ ഏർപ്പെട്ടു. അപ്പോൾ പൗരന്മാർ, രാജ്ഞിമാർ, മഹർഷിമാർ, മറ്റുള്ളവർ എല്ലാം അദ്ദേഹത്തിന്റെ ദുഃഖം, പശ്ചാത്താപം, വിനയം, ബഹുമാനം, ഭ്രാതൃസ്നേഹം എന്നിവ വീക്ഷിച്ചുകൊണ്ട് ഹിമത്തിൽ പതിച്ച താമരപ്പൂക്കളെപ്പോലെ പീഡിതരായി. ഭരതൻ ഈ വിഷാദത്തിൽ നിന്നും വിമുക്തി നേടുന്നതിനായി അവർ പുരാണങ്ങളിലെ പല സംഭവങ്ങളും അദ്ദേഹത്തെ അനുസ്മരിപ്പിച്ചു. അനന്തരം രാമൻ ഭരതനെ അഭിസംബോധന ചെയ്തു. അദ്ദേഹം പറഞ്ഞു, അനുജാ, നീയെങ്ങനെ നിരാശയ്ക്ക് വിധേയനാകുന്നതെന്തിനാണ്? നിന്റെ വ്യസനം വെറുതെയാണ്. വിധി മാറ്റിയെഴുതിക്കൂടാ. എല്ലാ കാലത്തും എല്ലാ ദേശത്തും നല്ലവരാലും സദാചാരനിഷ്ഠയുള്ളവരാലും നീ ആദരിക്കപ്പെടും. നിന്നിൽ കുടിലത ആരോപിക്കുന്നവർ ഇവിടെയും ഭാവിയിലും ദുരിതമനുഭവിക്കും. പിന്നെ അമ്മയെപ്പറ്റി കുറ്റാരോപണം ചെയ്യുന്നവർ ഗുരുഭൂതന്മാരുടെ പാദാന്തികത്തിൽ വച്ചോ സജ്ജനങ്ങളുടെ സമാജത്തിലോ വച്ചോ ശരിയായ പരിശീലനം ലഭിച്ചിട്ടില്ലാത്ത നിർഭാഗ്യവാന്മാരും മാത്രമേ ഈ കുറ്റം ചെയ്യുകയുള്ളൂ. ഭരതാ, നിന്റെ നാമം ദീർഘകാലം സ്മരിക്കപ്പെടും. ആ നാമം സ്മൃതിയിൽ കൊണ്ടുവരുന്നവർ അതിന്റെ അദൃശ്യമായ സ്വാധീനം കൊണ്ട് തങ്ങളുടെ തിന്മകളെ ദൂരീകരിക്കാൻ പ്രാപ്തരായിത്തീരും. നീ ഈ ലോകത്ത് യശസ്സും പരലോകത്ത് ആനന്ദവും അനുഭവിക്കും. നിന്റെ ആദർശങ്ങളും നിന്റെ ഭരണവും ലോകത്തെ താങ്ങി നിർത്തും. ഭരത, വിദ്വേഷവും പ്രേമവും ഹൃദയത്തിൽ അമർത്തിവെക്കാനോ ഒളിച്ചുവെക്കാനോ സാധ്യമല്ല. അവയെ ഹൃദയത്തിൽ തന്നെ ബന്ധിപ്പിച്ചു നിർത്താൻ ചെയ്യുന്ന തന്ത്രങ്ങളൊന്നും വകവയ്ക്കാതെ അവയുടെ ആവശ്യങ്ങൾ പ്രകടീതമാവണം. എനിക്ക് നിന്റെ പ്രകൃതി നല്ലപോലെ അറിയാം. സത്യം ജയിക്കാനായി ചക്രവർത്തി എന്നെ നാട്ടിൽ നിന്നും അയച്ചു.
എന്റെ വേർപാടു നിമിത്തമുള്ള ദുഃഖം സഹിക്കാൻ സാധിക്കാതെ അദ്ദേഹത്തിന് സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. ഇത്രയും പ്രിയപ്പെട്ട ഒരു പിതാവിന്റെ വാക്ക് എന്നെപ്പോലെയോ നിന്നെപ്പോലെയോ ഉള്ളൊരു പുത്രൻ അനാദരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇനിയും മടിച്ചു നിൽക്കേണ്ടതില്ല. എന്നോട് പറയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ പറയൂ. നീ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ചോദിക്കൂ. എന്നിട്ട് നിന്നിലർപ്പിക്കപ്പെട്ട ചുമതല ഏറ്റെടുക്കൂ. അതാണ് നിനക്കുള്ള ഏറ്റവും ഉത്തമമായ മാർഗം. രാമൻ വളരെ ശക്തി കൊടുത്തുകൊണ്ട് ഈ വാക്കുകൾ പറഞ്ഞു. ഭരതൻ തന്റെ ഇഷ്ടപ്പെട്ട ആഗ്രഹങ്ങളെപ്പറ്റിയൊന്നും പറയാൻ സൗകര്യമുണ്ടായില്ല. പക്ഷേ തന്റെ ഒരു ആവശ്യം അവസാനത്തെ നിർബന്ധപൂർവ്വം അറിയിക്കാൻ തീരുമാനിച്ചു. രാമ, അവിടുന്നുപേക്ഷിച്ച രാജ്യം അങ്ങയുടെ നാടുകടത്തലിന് കാരണമാണെന്ന് അവമതി വരുത്തിവെച്ചത് ഭരിക്കുവാൻ എനിക്കിഷ്ടമില്ല. എനിക്കിതോട് സ്നേഹവുമില്ല. അങ്ങയുടെ ഇച്ഛയ്ക്ക്, അങ്ങയുടെ ആജ്ഞയ്ക്ക് എതിരായി പ്രവർത്തിക്കാൻ എനിക്ക് സാധ്യവുമല്ല. ഞാനങ്ങനെ ഒരിക്കലും ചെയ്യുകയുമില്ല. അമർഷത്തിന്റെ ഒരു ലക്ഷണവുമില്ലാത്ത അങ്ങയുടെ പ്രേമപൂർണമായ ദൃഷ്ടി എന്നിൽ പതിപ്പിച്ചാൽ മതി. ഞാൻ അനുഗ്രഹീതനായി കണക്കാക്കും. ലക്ഷ്മണൻ അങ്ങയെ വളരെക്കാലമായി സേവിക്കുന്നു. അദ്ദേഹത്തെ ശത്രുഘ്നനോടൊപ്പം അയോധ്യയിലേക്ക് അയച്ചാലും അവിടുത്തെ പാദത്തിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഏറ്റെടുക്കുവാനുള്ള അനുവാദം എനിക്കും നൽകുകയും ചെയ്യുക. ഇത് നന്മയും ശ്രേയസ്സുമുണ്ടാക്കും. ലക്ഷ്മണൻ ഭരണവിദഗ്ധനാണ്. അദ്ദേഹത്തിന് ഭരണത്തിലെ എല്ലാ രംഗങ്ങളിലും വിവേകപൂർവമായും ഭംഗിയായും സാമ്രാജ്യഭരണം നടത്തുവാൻ കഴിയും. അങ്ങനെ അന്തരിച്ച പിതാവിന്റെ ആത്മാവിന് ആശ്വാസം പ്രദാനം ചെയ്യാനും കഴിയും. എന്റെ പ്രാർത്ഥന സ്വീകരിക്കൂ. എന്നെ അങ്ങയുടെ കൂടെ നിർത്തൂ. എന്റെ അപേക്ഷ നിരസിക്കാതിരിക്കൂ. അങ്ങയുടെ സന്നിധിയിൽ നിന്നും എന്നെ പുറത്താക്കാതിരിക്കൂ. ഈ രീതിയിൽ ദയനീയമായി അപേക്ഷിച്ചുകൊണ്ട് ഭരതൻ രാമന്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ചു. അല്ലെങ്കിൽ ഭരതൻ തുടർന്നു, സദയം സീതയോടൊന്നിച്ച് അയോ. എന്താണ് പറയേണ്ടത്? ദുഃഖം കറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹൃദയവുമായി അവർ അവിടെ നിൽക്കുകയായിരുന്നു. തന്റെ അപരാധങ്ങളെപ്പറ്റിയുള്ളൊരു വിശദീകരണം എങ്ങനെ നൽകണമെന്ന് ചിന്തിച്ച് അവർ ഉത്കണ്ഠാപൂർണയായി ക്ഷമായാചനം ചെയ്യാനായി രാമനെ ഒറ്റയ്ക്ക് കിട്ടാൻ ശ്രമിച്ചു നോക്കി. പക്ഷെ വിജയിച്ചില്ല. അവർ തന്റെ മുഖം രാമനെ കാണിക്കാൻ തന്നെ ലജ്ജിച്ചു. താനിപ്പോൾ കണ്ടിട്ടുള്ള ജീവിതത്തിന്റെ സൗകര്യങ്ങളുടെ അഭാവങ്ങൾക്കും കഠിനാധ്വാനങ്ങൾക്കും താൻ വളരെയേറെ സ്നേഹിച്ച രാമനെ വിഷയമാക്കാൻ തനിക്കെങ്ങനെ കഴിഞ്ഞുവെന്ന് അവർ അത്ഭുതപ്പെട്ടു. രാമൻ അവരുടെ ശ്വാസമായിരുന്നു. രാമൻ എന്തെങ്കിലും ദ്രോഹമുണ്ടാക്കുന്നതിന് ഒരിക്കലും താൻ പ്രാപ്തയല്ലെന്ന് അവർക്കു തോന്നി. ഈ ദുഃഖകരമായ സംഭവങ്ങളുടെ പരമ്പര വരുത്തിക്കൂട്ടിയത് തന്നെ ബാധിച്ചിരുന്ന വല്ല ദുഃശക്തിയുടെ സ്വാധീനമായിരിക്കണം എന്നവർ ഊഹിച്ചു. പക്ഷേ ഇതൊന്നും താൻ ചെയ്തതല്ലെന്ന്, താനെത്ര ശക്തിയായി സ്ഥാപിക്കാൻ ശ്രമിച്ചാലും ലോകം തനിക്ക് ഒരിക്കലും മാപ്പുതരികയില്ലെന്ന് അവർ തന്നോട് തന്നെ പറഞ്ഞു. ഈ സംശയങ്ങളാലും ആശങ്കകളാലും പിരിച്ചീന്തപ്പെട്ട കൈകേയി രാമനോട് സംസാരിക്കുന്നതിന് അശക്തയായി. ഈ ഭാരം തന്നിൽ നിന്നും എങ്ങനെയെങ്കിലും മാറ്റിക്കളയണമെന്ന ഉത്കണ്ഠ മൂലം അദ്ദേഹത്തിൽ നിന്നും അകന്നുപോകാനും അവർക്ക് സാധിച്ചില്ല. തളർന്ന്, ദുർബലയായി, ഭയന്ന്, ഭഗ്നോത്സാഹയായി അവർ അവിടെ നിലകൊണ്ടു. രാമൻ അവരുടെ മാനസിക ക്ലേശം മനസ്സിലാക്കി. ശരിയായ സമയം കിട്ടിയപ്പോൾ അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ച് തന്റെ ഭക്ത്യാദരങ്ങൾ അർപ്പിക്കാനായി അവരുടെ അടുത്തേക്ക് നീങ്ങി. ഈ അവസരത്തിന് കാത്തിരിക്കുകയായിരുന്നു കൈകേയി. അവർ രാമന്റെ പാദങ്ങളിൽ കെട്ടിപ്പിടിച്ചു. കുഞ്ഞേ, നീ എന്നേക്കാൾ എത്രയോ പ്രായം കുറഞ്ഞവനാണ്. എന്റെ മകനാണ്. പക്ഷേ എങ്കിലും നിന്റെ സദ്ഗുണങ്ങളാലും ജ്ഞാനത്താലും നീ സർവ്വലോകത്തിന്റെയും നാഥനാകുന്നു. നിന്റെ പാദങ്ങൾ എന്റെ കൈയാൽ ഗ്രഹിക്കുമ്പോൾ ഞാൻ തെറ്റല്ല ചെയ്യുന്നത്. വരൂ, അയോധ്യ ഭരിക്കൂ. എന്റെ പാപം ക്ഷമിക്ക്. എന്നെ തന്നെ വരുത്തിക്കൂട്ടിയ അവമതിയിൽ നിന്നും എന്നെ മോചിപ്പിക്കുന്നതിന് അതിനു മാത്രമേ കഴിയുള്ളൂ. അതിന് നിവൃത്തിയില്ലെങ്കിൽ ഭരതനെ നിന്റെ പാദത്തിൽ നിന്റെ സന്നിധിയിൽ നിർത്തൂ. ആ വരമെങ്കിലും എനിക്ക് നൽകൂ. ഞാൻ ജീവിക്കുന്നിടത്തോളം കാലം അതെനിക്ക് മനഃശാന്തി നൽകും. ഈ ആഗ്രഹം സാധിച്ചാൽ എനിക്ക് പിന്നെ ജീവിക്കണമെന്നില്ല. ആ 2 വരങ്ങൾ ആവശ്യപ്പെട്ടതോർക്കുമ്പോൾ ഞാനിപ്പോൾ നടുങ്ങിപ്പോകുന്നു. ഏറ്റവും ദുഷ്ടയായ രാക്ഷസി പോലും ചെയ്യാത്തതാണത്. കേകേരാജാവിന്റെ പുത്രി പിശാച് എന്നെ ബാധിച്ചിരുന്ന ഘട്ടത്തിലായിരിക്കുമോ? ഏതെങ്കിലും നീചഗ്രഹ സ്വാധീനവലയത്തിൽപ്പെട്ടിട്ടാണോ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എനിക്കൊന്നും പറയാനും തോന്നുന്നില്ല. രാമന്റെ കരങ്ങളിൽ ദൃഢമായി പിടിച്ചുകൊണ്ട് അവർ ഉച്ചത്തിൽ വിലപിച്ചു. അവരുടെ ദുസ്ഥിതി കണ്ട് രാമൻ കണ്ണുനീർ തൂകി. അദ്ദേഹം മൃദുവും മധുരവുമായ വാക്കുകളാൽ അവരെ സാന്ത്വനപ്പെടുത്തി. രാമൻ പറഞ്ഞു, അമ്മേ, അമ്മ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. കാക്കക്കൂട്ടത്തിൽ പരുഷമായി കാ കാ എന്ന് കരയും. ആളുകൾ സത്യവസ്ഥ അറിയുവാൻ ശ്രമിക്കുന്നില്ല. സ്വന്തം അജ്ഞതയാൽ അവർ തോന്നിയപോലെ അസംബന്ധം പറയും. പ്രത്യാഘാതങ്ങളെപ്പറ്റി പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടില്ല. അമ്മ ആ വരങ്ങൾ ആവശ്യപ്പെട്ടത് അങ്ങനെ സംഭവിക്കണമെന്ന് ഞാൻ ഇച്ഛിച്ചത്. അതെല്ലാം അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു. എന്റെ അവതാരത്തിന്റെ ഉദ്ദേശ്യവും ഞാൻ ചെയ്യാനിരിക്കുന്ന ജോലിയും പൂർത്തീകരിക്കുന്നതിനു വേണ്ടി അമ്മയ്ക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു.
അമ്മ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. മാതാവേ, എന്റെ പ്രവർത്തന പദ്ധതിക്ക് ദേവി ചെയ്ത സഹായത്തിന് ആദ്യമായി തന്നെ നന്ദി പ്രകാശിപ്പിക്കുന്നതു പകരം ഇത്രയും അദ്വർത്ഥനാരൂപത്തിൽ ദേവിയെക്കൊണ്ട് സംസാരിപ്പിച്ചതിൽ ഞാൻ വളരെ പശ്ചാത്താപിക്കുന്നു. കഴിഞ്ഞ സംഭവങ്ങളെ ഓർത്ത് സങ്കടപ്പെടേണ്ട. കാരണം അത് എന്റെ പ്രവൃത്തിയിന്മേൽ നിഴൽ വീശും. അതുവഴി എന്റെ ദിവസങ്ങൾ അശുഭങ്ങളാവുകയും ചെയ്യും. എന്നെ അനുഗ്രഹിക്കൂ. അമ്മേ, അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ എന്നിൽ ചൊരിയൂ. അമ്മേ, എന്നെ അനുഗ്രഹിക്കൂ. രാമൻ ഇങ്ങനെ അപേക്ഷിച്ച് കൈകേയിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചു. രാമന്റെ അമൃതമയമായ വാക്കുകൾ കേട്ടപ്പോൾ കൈകേയിക്ക് അല്പം ആശ്വാസം ലഭിച്ചു. കൗസല്യയും സുമിത്രയും ഈ സംഭാഷണം കേട്ടു. കൈകേയി ദൈവേച്ഛയുടെ നിരപരാധിയായ ഉപകരണം മാത്രമായിരുന്നുവെന്ന് അവർ മനസ്സിലാക്കി. അവരും കൈകേയിയെ സാന്ത്വനിപ്പിക്കുകയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു.